നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് താരനും പിന്നെ സ്കാൽപ്പിലെ ചൊറിച്ചിലും ഇച്ചിങ്ങും. അത് മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു തവണ നിങ്ങളിത് ചെയ്തു കൊടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ രീതിയിൽ താരനും ഇങ്ങനെ സ്കാൽപ്പിൽ ചൊറിച്ചിലൊക്കെ ഇല്ലേ, ഇച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിളാണ്, നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും താരനൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ തന്നെ മൊത്തമായിട്ട് പോകുന്നു ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് ഒരു 90% നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട ഒരു ടിപ്പാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസമില്ലേ, ആ ദിവസമാണ് നമ്മളിത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കരിഞ്ചീര എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം എത്രമാത്രം എണ്ണ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എത്രമാത്രം മുടിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കാൽപ്പും എൻ്റെ മുടിയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു അളവിലാണ് ഞാനിവിടെ എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിനകത്തേക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കാസ്റ്റർ ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഓയിലിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വരാം. ചൂടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ടോ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടോ ഡബിൾ ബോയിലിംഗ് വഴിയോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പോയി ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിതാ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ചൂടാക്കിയിട്ടുള്ളത്. ഡയറക്റ്റ് തീയിൽ വെച്ചിട്ട് നമ്മൾ കാച്ചിയ എണ്ണ ചൂടാക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ വേറെ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂടാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തേക്കാൻ പാകത്തിനൊരു ചൂടാവില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ ചൂടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചേർക്കണം. നിങ്ങൾ എടുക്കുന്ന ഓയിലിൻ്റെ 1/4 ഭാഗം മാത്രമേ കാസ്റ്റർ ഓയിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോയത്. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുടിയൊക്കെ നന്നായി ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ സ്കാൽപ്പിലേക്ക് ആ ഒരു ചൂട് തട്ടുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു രാവിലെ സമയത്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തണുപ്പൊക്കെ ആകുമ്പോൾ ആ ഒരു ചൂട് തട്ടുമ്പോൾ നല്ലൊരു സുഖമാണ്. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. താരം പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ കംഫർട്ടാണ് കേട്ടോ, നിങ്ങളുടെ മുടിക്ക് എങ്ങനെയാണോ ചേരുന്നത് അതിനനുസരിച്ച്. ഞാൻ അധികം പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു എന്ന് ചെറിയൊരു പരാതിയുണ്ട്. എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ച് പേർക്ക്, 2-3 പേർക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റിൽ കാണുന്നുണ്ട്, എന്തിനാണ് ഇത്ര മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇത്രയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരുപാട് സംസാരിച്ചാൽ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് സംസാരം ലേശം കുറയ്ക്കാം കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾ എന്തായാലും സ്കാൽപ്പിൽ എല്ലാവിടെയും ആവുന്ന രീതിയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന. അന്നത്തെ ദിവസം നന്നായിട്ട് തന്നെ നിങ്ങൾ ഓയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അറിയാലോ, നമുക്ക് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻസ് വരിക, അങ്ങനത്തെ സംഭവം ഭയങ്കരമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം നന്നായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു കെയർ കൊടുത്താൽ തന്നെ ഒരാഴ്ചത്തേക്ക് നമ്മളെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായിട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. ഞാൻ എത്ര സംസാരിക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ സംസാരിച്ച് പോകും കേട്ടോ. എനിക്കെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായില്ലേ, ഞാൻ പറയുന്ന കാര്യം വ്യക്തമാവില്ലേ, എന്താ പറയുക, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെ ഓയിലിംഗ് ചെയ്യുന്ന കാര്യമായിട്ടെ എന്തായിക്കോട്ടെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാം ഞാൻ പറയുന്നത് റിപ്പീറ്റാണ്, പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, എന്നിട്ടും ചിലർക്കൊക്കെ ഡൗട്ടുണ്ട്. ഡൗട്ട് ചോദിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഞാൻ തന്നെ പറയുന്നതാണ്. ഞാൻ അതിന് മറുപടി തരും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി തരും. അപ്പോൾ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. എങ്കിലും ചിലവർക്കൊക്കെ ബോറടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കാണാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. പിന്നെ ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. ഞാൻ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പം
അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ചിട്ട് മുടിയിലും നന്നായിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നനയുന്ന രീതിയിൽ തന്നെ ഓയിൽ തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഓയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മുടിയിലൊക്കെ അത് നന്നായിട്ടൊന്ന് പിടിക്കുന്ന ആ ഒരു സമയം വരെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ പാക്ക് സിമ്പിളാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്, താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. മുടി കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരൊക്കെ ആണെങ്കിലും ഈ ഒരു അളവിൽ നിങ്ങൾ ഇഞ്ചി എടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇഞ്ചി നന്നായിട്ട് സഹായിക്കും. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇഞ്ചി അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ കൂടുതലായിട്ടും ചെറിയുള്ളി ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അത് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് അലർജി ആവുന്നുണ്ട്, തണുപ്പ് പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇഞ്ചി കാണിക്കുന്നത്. ചെറിയുള്ളിയുടെ അതേ റിസൾട്ട് തന്നെയാണ് ഇഞ്ചിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുത്തിട്ട് സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് അലോവേറയാണ് കേട്ടോ. ഞാനിവിടെ ഫ്രഷ് അലോവേറയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് അലോവേറയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് അവിടെ ഒരു 2 ലീഫ് എടുത്തിട്ടുണ്ട്. വലിയ ലീഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 2 ലീഫ് എടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പച്ചഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ജെല്ല് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഇഞ്ചിയിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ നിങ്ങൾ ചേർത്താൽ മതി. കുറച്ച് കട്ട വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കട്ട വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അറിയാലോ അലോവേറ നല്ലതാണ്, നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. മുടിയുടെ ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അലോവേറയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതാ അലവേറ മൊത്തത്തിൽ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചഭാഗം ഒഴിവാക്കിയിട്ട് ജെല്ല് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അലവേറയുടെ പച്ചഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അലവേറയുടെ ജെല്ലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. അലവേറയുടെ ജെല്ല് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളൊരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക, കാരണം നമ്മുടെ പാക്ക് കുറവാണ്. ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ച് അരിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു പാക്കിലുള്ള ആ ഒരു വെള്ളം മൊത്തത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അരിച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എസെൻഷ്യൽ ഓയിലാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഇനിയിപ്പോൾ ടീ ട്രീ ഓയിൽ വേണം പാക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ താരൻ മാറാൻ ഏത് എസെൻഷ്യൽ ഓയിലാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താരൻ മാറാൻ ടീ ട്രീൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ്, അതിൽ കൂടുതൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. എസെൻഷ്യൽ ഓയിൽ ആ ഒരു അളവിൽ മാത്രമേ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എസെൻഷ്യൽ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പാക്കിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓയിൽ തേച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, നീരിറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത്ര നേരം വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ തേച്ചിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നിന്നിട്ട് തേക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിലാണ് നമുക്ക് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടണൊക്കെ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാക്ക് നമ്മൾ മുടിയിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിലാണ് തേക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുടി ഉള്ളവരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും ഈ ഒരു അളവിൽ തന്നെ പാക്ക് നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ താരൻ്റെ പ്രശ്നം കൂടുതലുള്ളവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ എസെൻഷ്യൽ ഓയിലിൻ്റെ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ലതായതുകൊണ്ടാണ് ഞാൻ ചേർത്തത്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഏതാ ഉപയോഗിക്കുന്ന ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ നല്ലത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കും. നമുക്ക് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ പറയുന്ന ഒരു പ്രശ്നം താരൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ചൊറിയുമ്പോഴത്തേക്ക് വല്ലാതെ നമ്മുടെ നഖത്തിലേക്കൊക്കെ വരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ചൊറിച്ചലിൻ്റെ പ്രശ്നം. നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴും നമുക്ക് വല്ലാണ്ട് ചൊറിച്ചൽ വരും കേട്ടോ. അതുമാത്രമല്ല ഇങ്ങനെ പൊടി പൊടിയായിട്ട് വെള്ള പൊടികളും വരും. അപ്പോൾ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ഇച്ചിങ്ങിൻ്റെ പ്രശ്നം മാറ്റാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇച്ചിങ്ങിൻ്റെ പ്രശ്നം വന്ന എല്ലാവർക്കും അറിയാം, അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളവർക്ക് അറിയാം. നമുക്ക് അങ്ങോട്ട് ചൊറിയാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വേദന എടുക്കാൻ തുടങ്ങും. സ്കാൽപ്പ് മൊത്തത്തിൽ വേദന എടുക്കാൻ തുടങ്ങും. എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ വരലുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നമ്മൾ വെള്ളം കൂടിയൊക്കെ കുറയുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ സ്കാൽപ്പൊക്കെ വരണ്ടു പോകുന്നൊരവസ്ഥയില്ലേ, ആ ഒരു സമയത്തൊക്കെ എനിക്കും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാം. നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആയിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് മുടി ഡ്രൈ ആവാതെയോ സ്പ്ലിറ്റൻസ് ഒക്കെ വരാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുടി നന്നായിട്ട് വളർന്നോളൂ കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു രീതിയിൽ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ഈ ഒരു രീതിയിൽ നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇഞ്ചി പറ്റാത്തവർക്കാണെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം, ചെറിയുള്ളി പറ്റാത്തവർക്ക് ഇഞ്ചി ഉപയോഗിക്കാം. ഇതിൽ രണ്ടും നല്ലതാണ്. രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നിങ്ങൾ തേച്ച് കൊടുക്കുക. താരനുള്ളിടത്ത് മാത്രമല്ല എല്ലായിടത്തും നിങ്ങൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ചെറുങ്ങനെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. നമുക്ക് എല്ലായിടത്തും ആയില്ലെങ്കിൽ ആവാൻ വേണ്ടി മാത്രം ചെറിയൊരു രീതിയിൽ, നനഞ്ഞ മുടി ഒരുപാട് അങ്ങോട്ട് ഇതാക്കുന്നത് നല്ലതല്ല, മുടി പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയൊരു രീതിയിൽ മസാജിങ് കൊടുത്തിട്ട് നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ തേച്ചിട്ട് നിങ്ങൾക്കൊരു 15 മിനിറ്റ് നേരമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് കഴുകുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ തണുപ്പൊക്കെ ഒട്ടും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിന്ന് കഴുകുന്ന കാണിക്കുന്നില്ല. ഇന്നത്തെ ദിവസം നമുക്ക് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാട്ടെ. കാരണം നമ്മളിന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഈ രീതിയിൽ ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മൈൽഡ് ആയിട്ട് ഒരു ഷാമ്പു ഉപയോഗിക്കുക. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷനും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്നതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വലിയ രീതിയിൽ താരൻ്റെ പ്രശ്നമുണ്ട്, സ്കാൽപ്പിൽ വല്ലാണ്ട് ചൊറിച്ചലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഞ്ചി നിങ്ങൾക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം, ചെറിയുള്ളി സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നമ്മുടെ പാക്ക് നമ്മളിങ്ങനെ തേച്ച് കഴിയുമ്പോൾ സ്കാൽപ്പൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇച്ചിങ്ങിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ, താരൻ്റെ പ്രശ്നമുള്ളവരാണ്, ഇച്ചിങ്ങിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന പോലെ തോന്നും. പക്ഷെ നമ്മളിങ്ങനെ കഴുകി കഴിയുമ്പോൾ അതിങ്ങനെ ക്ലിയർ ആയിട്ട് ആ പ്രശ്നമൊക്കെ മാറിക്കിട്ടും. കഴുകി കഴിഞ്ഞ് നിങ്ങളുടെ സ്കാൽപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. എനിക്ക് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല. നമ്മുടെ കമന്റിൽ ചിലർ ചോദിക്കുന്നത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ചെറിയ കുട്ടികൾ ഒഴിച്ച് ബാക്കി തണുപ്പൊക്കെ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.